ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെഡ് വെച്ചുള്ളൊരു പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 12 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര, റേസിൻസ്, കാഷ്നട്ട്, 5 ഏലയ്ക്ക, 1 ലിറ്റർ പാല്, കണ്ടൻസ്ഡ് മിൽക്ക്. ഇത്രയും വേണം നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ബ്രെഡിൻ്റെ അരികുവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഞാനിതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. പാത്രം ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് പീസസ് ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലും തിളച്ച് തുടങ്ങി. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര വളരെ കുറച്ച് മതിയാവും. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ടും റേസിൻസും ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഏലയ്ക്ക ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. താങ്ക്സ് ഫോർ വാച്ചിങ്.